സർക്കാർ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് വിലങ്ങാട്ടെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച ലോണുകളിൽ വീണ്ടും നടപടികൾക്കൊരുങ്ങുകയാണ് ബാങ്കുകൾ. നാദാപുരം മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ വായ്പകൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് വിവിധ ബാങ്കുകൾ ജപ്തി നടപടികൾക്കായി വായ്പ എടുത്തവരുടെ വീടുകളിലെത്തിയത്. മന്ത്രിയുടെയും കളക്ടറുടെയും വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ചില ബാങ്കുകൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ച 9 പഞ്ചായത്തുകളിൽ ജപ്തി നടപടികൾ ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മലയോര മേഖലയിലെ 9 വില്ലേജുകളിലായി 2025 മാർച്ച് 15-നാണ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. 2025 മാർച്ച് 20 വരെയാണ് മൊറട്ടോറിയത്തിന്റെ കാലാവധി. എന്നാൽ ഈ തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വാണിമൽ വില്ലേജിലെ 5 കൃഷിക്കാർക്കും വളയം ചേക്കാട് വില്ലേജിലെ ഓരോ കൃഷിക്കാർക്കും ഈ മാസം 18-ന് ജപ്തി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബാങ്കുകൾ പത്രപരസ്യവും ജപ്തി നടപടികളും പ്രഖ്യാപിച്ചത്. ഒരു വർഷക്കാലത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മൊറട്ടോറിയ കാലയളവിൽ കർഷകരുടെ അതുപോലെ തന്നെ ഭൂമികളോ അല്ലെ മറ്റ് നടപടികളോ ജപ്തികളോ പാടില്ല എന്നുള്ളത് അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അടുത്തുള്ള സമീപ പ്രദേശമുള്ള ബാങ്കുകൾ, സ്വകാര്യ സ്ഥാപനവും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളും ഇത് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പല ആൾക്കാർക്കും ജപ്തിയുടെയും അതുപോലെ തന്നെ ലേലത്തിന്റെയും നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ചേക്കാട് വില്ലേജിലെ തയ്യൽ ശ്രീധരന്റെ കൃഷിഭൂമി ജപ്തി നടപടിയുടെ ഭാഗമായി അളക്കാനാണ് കഴിഞ്ഞ ദിവസം കക്കട്ട് ബാങ്കിലെ ഉദ്യോഗസ്ഥർ എത്തിയത്. സർക്കാരിന്റെ മൊറട്ടോറിയം നിലനിൽക്കെ പത്രപരസ്യം നൽകി ജപ്തി നടപടികൾ സ്വീകരിച്ചത് വൻ പ്രതിഷേധത്തിനിടയാക്കി. ഡെപ്യൂട്ടി കളക്ടറുടെ അറിവോടെയാണ് വീണ്ടും ജപ്തി നടപടികൾ ആരംഭിച്ചതെന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് ബാങ്കുകാർ വായ്പ എടുത്ത ആളുകളുടെ വീടുകളിലെത്തിയത്. എന്നാൽ ഈ വാദം പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് ഡെപ്യൂട്ടി കളക്ടർ. വിഷയത്തിൽ നാട്ടുകാർ റവന്യൂ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. വലിയ ദുരിതം അനുഭവിച്ച ജനതയാണ് വിലങ്ങാട്ടേത്. മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിന്റെ ആശ്വാസത്തിലിരിക്കെയാണ് ജപ്തി നടപടികളുമായി ബാങ്ക് അധികൃതർ വീടുകളിലേക്ക് വരുന്നത്. തങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് വായ്പ എടുത്തവർ ചോദിക്കുന്നത്. കാണാം കൂടുതൽ പ്രതികരണം. വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. കാരണം സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടും ബാങ്കുകൾ കർഷകർക്കെതിരായ ദ്രോഹ നടപടികൾ തുടരുന്നു എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. കർഷകരുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഈ ലോണ്, ബാങ്ക്, പലിശ, ജപ്തി എന്നീ വിഷയങ്ങൾക്കപ്പുറം എല്ലാ രംഗത്തും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന സമയത്ത് ഗവൺമെൻറ് ഇനിയും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഏതായാലും വിലങ്ങാട്ടെ ജനങ്ങളുടെ ദുരിതത്തിൽ അവർ നേടുന്ന ഈ ജപ്തി ഭീഷണിയിൽ ഇടപെടട്ടെ അധികാരികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.